ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 1857 വിപ്ലവം ദ റിവോൾട്ട് ഓഫ് 1857 കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. LDC LGS എക്സാമുമായി ബന്ധപ്പെട്ട് നിരവധി പ്ലേലിസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒട്ടനവധി SCRT ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് പഠിക്കാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ദ റിവോൾട്ട് ഓഫ് 1857, വിദേശാധിപത്യത്തിനെതിരായ ഇന്ത്യക്കാരുടെ പോരാട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 1857 വിപ്ലവം ആണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ വളർന്നു വന്ന ചെറുത്തുനിൽപ്പുകളിൽ വ്യത്യസ്തമായ ഒന്നാണിത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അധികാരം സ്ഥാപിച്ചത് അധിനിവേശത്തിലൂടെയും കോളനീകരണത്തിലൂടെയുമായിരുന്നു. അപ്പോൾ അധിനിവേശത്തിലൂടെയും കോളനീകരണത്തിലൂടെയായിരുന്നു ഇവിടെ അധികാരം സ്ഥാപിച്ചത്. ഈ പ്രക്രിയയിലുടനീളം ഉണ്ടായ അതൃപ്തിയും അമർഷവുമാണ് ചെറുത്തുനിൽപ്പുകൾക്കും കലാപത്തിനും കാരണമായത്. ഈ വിപ്ലവത്തിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ച്, നേതൃത്വം കൊടുത്തവരെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 1857 വിപ്ലവം നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഈ 1857 വിപ്ലവത്തെക്കുറിച്ചും എവിടെയൊക്കെ വിപ്ലവം നടന്നു, ആരെല്ലാമായിരുന്നു ലീഡേഴ്സ്, എന്തായിരുന്നു കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പറയുന്നത്. എല്ലാ ഹിന്ദുക്കളെയും മുഹമ്മദിയരെയും തെര്യപ്പെടുത്തുന്നതാണ്. എന്തെന്നാൽ നാം മതധർമ്മത്തിനെയാണ് ആയുധമെടുത്തിരിക്കുന്നത്, മതധർമ്മത്തിനായാണ് ആയുധമെടുത്തിരിക്കുന്നത്. ഈ കാലത്ത് ആരാണോ ഭീരുത്വം കാട്ടുകയും വിദേശീയ വഞ്ചകന്മാരുടെ വാക്കുകേട്ട് മയങ്ങുകയും ചെയ്യുന്നത്, അവർ അടുത്ത് തന്നെ നാണം കെടും. ഇംഗ്ലണ്ടിനെ സേവിക്കുന്ന അവർക്ക് ലക്നൗ ഭരണാധികാരികൾക്ക് കിട്ടിയ സമ്മാനം തന്നെ കിട്ടുന്നതാണ്. എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അത്യാവശ്യമത്രേ ബഹുമാന്യരായ നേതാക്കളോട് സഹകരിക്കണം. ഈ വിളംബരം പകർത്തി പ്രധാന സ്ഥലങ്ങളിൽ പതിപ്പിക്കുക. സഹോദരങ്ങളെ, 1857 വിപ്ലവത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം വിഷ്ണുഭദ്ര ഗോഡ്സെ. ഓക്കെ, അപ്പോൾ 1857 മെയ് 23 കലാപകാരികൾ പുറപ്പെടുവിച്ച വിളംബരത്തിലെ പ്രസക്ത ഭാഗമാണിത്. ഇത്തരത്തിൽ ഒരു കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കാനിടയായ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ എന്ന ശത്രുവിനെതിരെ ഇന്ത്യയിൽ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് കലാപം നടത്തിയത്. ഒരുമിച്ച് ചേർന്നാണ് ആ കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് ചേർന്നാണ് കലാപം നടത്തിയതിൻ്റെ സാഹചര്യങ്ങളും അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളെയും കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു അങ്ങനൊരു 1857 കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ശിപ്പായി ലഹള എന്നാണ് വിളിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ 1857 കലാപത്തെ വിളിച്ച പേര് ശിപ്പായി ലഹള ചോദ്യമാണ് എന്ന് വിളിച്ചിരുന്നു. ഒരു കൂട്ടം ശിപ്പായിമാർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ നേതൃത്വം കൊടുത്തത് കൊണ്ടാകാം ഇങ്ങനെ ചിത്രീകരിച്ചത്. എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കലാപം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന നിലയിലുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന സംഗതി 1857 വിപ്ലവമാണ്. ഇതിനെ ശിപ്പായി ലഹള എന്ന് വിളിച്ചത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ്. അതൊക്കെ ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കലാപം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ടു. ഓർത്തിരിക്കുക. മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് 1857 കലാപത്തിൻ്റെ തുടക്കമായി ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത് മംഗൾ പാണ്ഡെ സംഭവമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യൻകാർ ശിപ്പായിമാർ എന്ന, അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ ശിപ്പായിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ തൻ്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. എന്താ പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഈ ശിപ്പായിമാരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ഇന്ത്യക്കാരായ പട്ടാളക്കാർ, ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരായ പട്ടാളക്കാരെയാണ് ശിപ്പായിമാർ എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അവർക്കെതിരെ, ഈ ഇന്ത്യക്കാർക്കെതിരെ വളരെ മോശമായ പെരുമാറ്റം, വിവേചനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ, എന്താണ് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ എന്താ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാവുകയും ചെയ്തു. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് തുടക്കം മാത്രമായിരുന്നു ഇത്. മേൽ സൂചിപ്പിച്ച സംഭവത്തിന് 1 മാസം കഴിയുമ്പോഴേക്കും മീററ്റിലെ 3ാം സൈനിക വിഭാഗത്തിലും അസ്വസ്ഥത തലപൊക്കി. ക്രമേണ മീററ്റ് കണ്ടോൺമെൻറ്റിൻ്റെ മുഴുവൻ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി. അപ്പോൾ എന്താണ്, ഈ മീററ്റിൽ വെച്ചിട്ടാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ക്രമേണ മീററ്റ് കണ്ടോൺമെൻറ്റിലെ മുഴുവൻ ഇന്ത്യക്കാരായ സിപ്പായിമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി. ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല കൈവശപ്പെടുത്തി ഇവരെ ആയുധങ്ങളെടുത്തായിരുന്നു കലാപം ആരംഭിച്ചത്. ബ്രിട്ടീഷ് അധികാരികളെ മാത്രമല്ല അവരെ പിന്തുണച്ചിരുന്ന സാഹുക്കാർ എന്ന് പറഞ്ഞാൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളാണ് സാഹുക്കാർ എന്ന് പറയുന്നത്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തികളാണ് സാഹുക്കാർ. അപ്പോൾ ബ്രിട്ടീഷുകാരെ മാത്രമല്ല, ഈ സാഹുക്കാരെയും ക്രൂരരായ ജമീന്ദർമാരെയും തുടങ്ങിയവരെയും അവർ ആക്രമിച്ചു. മീററ്റിൽ നിന്ന് കലാപകാരികൾ നേരെ ഡൽഹിയിലേക്കാണ് എത്തിയത്. ബ്രിട്ടീഷുകാരുടെ വിവിധ നയങ്ങൾ മൂലം ഭൂമിയും തൊഴിലും സമ്പത്തും നഷ്ടപ്പെട്ട കർഷകരും കൈവേലക്കാരും സാധാരണക്കാരുമെല്ലാം ഈ കലാപകാരികളോട് ചേർന്നു. അവർ ഡൽഹിയിലെ മുഗൾ ഭരണകേന്ദ്രമായ ചെങ്കോട്ടക്കരികിലെത്തി. ഇപ്പോൾ എവിടെ എത്തി? ചെങ്കോട്ടക്കരികിലെത്തി, മുഗൾ ഭരണകേന്ദ്രമായ ചെങ്കോട്ടയ്ക്കെത്തി.
ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മുഗൾ ഭരണം നിയന്ത്രിച്ചിരുന്നത് വയോധികനായ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അപ്പോൾ വയോധികനായ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അന്ന് മുഗൾ ഭരണം നിയന്ത്രിച്ചിരുന്നത്. മുഗൾ ഭരണം നിയന്ത്രിച്ചിരുന്ന ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. കലാപകാരികൾ ചെങ്കോട്ടയ്ക്ക് പ്രവേശിക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനോട് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഈ കലാപകാരികൾ ആഹ്വാനം ചെയ്തു. അപ്പോൾ എന്താണ് ഈ മംഗൾ പാണ്ഡെ സംഭവം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു മേലുദ്യോഗസ്ഥനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. പിന്നീടത് ആ ക്രമേണ ആ മീററ്റ് കന്റോൺമെൻറ്റിലെ മുഴുവൻ ഇന്ത്യക്കാരായിട്ടുള്ള ശിപ്പായിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി. ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല അവർ കൈവശപ്പെടുത്തി. അതുപോലെ തന്നെ പിന്നെ ആയുധം എടുത്തായിരുന്നു കലാപം. ബ്രിട്ടീഷുകാരെ മാത്രമല്ല അവരെ സഹായിച്ച സാഹുക്കാർ, ഈ പണം പലിശയ്ക്ക് കൊടുത്ത സാഹുക്കാർ എന്ന് പറയുന്ന ആരുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ ക്രൂരന്മാരായ ജമീന്ദർമാരുണ്ട്, അവർക്കൊക്കെ എതിരായിരുന്നു കലാപം. അങ്ങനെ കലാപം എല്ലാം മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് അതായത് മുഗൾ ഭരണ കേന്ദ്രമായ ചെങ്കോട്ടയിലേക്ക് വ്യാപിച്ചു. അവിടെ അന്ന് മുഗൾ ഭരണം നടത്തിയിരുന്നത് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അദ്ദേഹത്തിനോട് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കലാപകാരികൾ ആഹ്വാനം ചെയ്തു. കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തി ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ, എന്താണ് ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ആരാണ്? അതായത് ഇന്ത്യയുടെ ചക്രവർത്തി ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ആ ബഹദൂർ ഷാ രണ്ടാമനെ അവർ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ പറഞ്ഞു. ക്രമേണ കലാപം ഇന്ത്യ ഉത്തരേന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ ഡൽഹിയിലെ ബഹദൂർ ഷായുടെ കൂടെ ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദറായിരുന്ന ബക്ത് ഖാനുമായി ചേർന്നോടെ സൈനിക കലാകാരികളുടെ ആവേശം വാനോളം ഉയർന്നു. അപ്പോൾ വലിയ പ്രതിഷേധമാണ് വരുന്നത്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ അവരതിൻ്റെ കലാപത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കലാപത്തിൻ്റെ രീതിയും ആരംഭവും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 1857 ആരംഭിച്ച കലാപത്തിൻ്റെ രീതി വ്യത്യസ്തമായിരുന്നു. അപ്പോൾ 1857 ആരംഭിച്ച കലാപത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഒരു സമയത്തല്ല കലാപം ആരംഭിച്ചു. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്തേക്ക് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നുള്ളൂ. 1857 കലാപത്തിന് ചില പൊതു സവിശേഷതകളുണ്ടായിരുന്നു. അവയിൽ എന്താണ് പൊതു സവിശേഷത എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടവ ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, അതുപോലെ തന്നെ വിദേശികളുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, അതുപോലെ തന്നെ പിന്നെന്താണ് റെയിൽവേ ലൈനുകൾ, ഫാക്ടറികൾ തകർക്കുക. അതൊക്കെയായിരുന്നു ഈ ഒരു 1857 കലാപത്തിൻ്റെ പൊതു സവിശേഷത എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വസതി തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകൾ, ഫാക്ടറികൾ തകർക്കുക, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. കലാപം ആരംഭിക്കുന്നതിന് കലാപകാരികൾ സ്വീകരിച്ച മാർഗ്ഗങ്ങൾ വെടിമുഴക്കവും ബ്യൂഗിൾ ആലാപനവുമായിരുന്നു. കലാപകാരികളുടെ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക തുടങ്ങിയവയായിരുന്നു ഇതിൻ്റെയൊക്കെ പ്രധാന മുദ്രാവാക്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രധാന മുദ്രാവാക്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നായിരുന്നു ഈ 1857 കലാപത്തിൻ്റെ മെയിനായിട്ടുള്ള മുദ്രാവാക്യം. സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും ഹിന്ദി, ഉറുദു, പേർഷ്യൻ എന്നീ ഭാഷകളിലായിരുന്നു. ആശയവിനിമയത്തിന് കലാപകാരികൾ വ്യത്യസ്ത രീതികളാണ് സ്വീകരിച്ചിരുന്നത്. അതിൽ ഒന്നാണ് ചപ്പാത്തി സംഭവം എന്ന സംഗതി. അപ്പോൾ ചപ്പാത്തി സംഭവം എന്ന് പറയുന്ന സംഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 1857 കലാപവും അല്ലെങ്കിൽ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതോടെ കലാപങ്ങൾ ആരംഭിച്ച പഴയ സ്ഥലങ്ങളിൽ താൽക്കാലികമായെങ്കിലും ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഈ താൽക്കാലികമായെങ്കിലും ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു എന്ന് പറയാം. അപ്പോൾ കലാപകാരികൾ രഹസ്യമായി ആശയങ്ങൾ കൈമാറുന്നതിന് ചപ്പാത്തി പ്രധാന ഉപാധിയായി ഉപയോഗിച്ചു. ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾക്ക് നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ എഴുതി രാത്രിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് അപ്പോൾ ഈ ചപ്പാത്തിയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എഴുതി പ്രാദേശിക ഭാഷയിൽ നിർദ്ദേശങ്ങൾ എഴുതി അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഈ കലാപകാരികൾ രഹസ്യ സന്ദേശമായിട്ട് അയച്ചു. അതാണ് ചപ്പാത്തി പ്രധാന ഉപാധിയായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ സംഗതി. ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രി മറ്റു പ്രദേശങ്ങളിലേക്ക് മാറ്റി ചെയ്യും. നാനാ സാഹിബിൻ്റെ ഗുരുവായ ഗുരുദാസ ബാബയായിരുന്നു ഇതിൻ്റെ തുടക്കം കുറിച്ച്. അപ്പോൾ നാനാ സാഹിബിൻ്റെ ഗുരുവായിട്ടുള്ള ആരാണ്? നാനാ സാഹിബിൻ്റെ ഗുരുവായിട്ടുള്ള ആരാണ് ഇതിനെ തുടക്കം കുറിച്ചത്? നാനാ സാഹിബിൻ്റെ ഗുരുവായിട്ടുള്ള ദാസബാബയായിരുന്നു ഇതിന് തുടക്കം കുറിച്ച് ഓർത്തിരിക്കുക. ഇനി എന്താ പറയുന്നത്? ഈ കലാപം ആസൂത്രിതമാണ്. മൊത്തത്തിൽ കലാപം ആസൂത്രിതമായിട്ട് നടന്നൊരു കലാപമായിരുന്നു. 1857 കലാപം ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു എന്ന സംശയം ന്യായമാണ്. ചില വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് ചില നിഗമനങ്ങളിലെത്താം. ഔദിലെ മിലിറ്ററി പോലീസ് സംവിധാനം നിയന്ത്രിച്ചിരുന്ന ക്യാപ്റ്റനായിരുന്നു ഔദിലെ. അന്നത്തെ ആ ഒരു മിലിറ്ററി പോലീസ് സംവിധാനം നിയന്ത്രിച്ച ക്യാപ്റ്റൻ ഹേഴ്സി ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിരുന്ന ഇന്ത്യക്കാരായിരുന്നു ഉദ്യോഗസ്ഥരായിരുന്നു. ഈ ഉദ്യോഗസ്ഥ വിഭാഗത്തോടെ നിരന്തരം നിർബന്ധിച്ചിട്ടും ഹേഴ്സിനെ വധിക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. അതിനാൽ വിവിധ റെജിമെൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പോലീസുകാരുടെ സംഘത്തെയാണ് പിന്നീട് അതിന് നിയോഗിച്ചത്. 1857 കലാപത്തിൻ്റെ ചരിത്രം എഴുതിയ ചാൾസ് ബാളിൻ്റെ അഭിപ്രായപ്രകാരം എന്താണ് പറഞ്ഞത്? കാൺപൂരിലെ കലാപം വിലയിരുത്തുന്നതിനായി രാത്രികാല പഞ്ചായത്തുകൾ കൂടുക പതിവായിരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു ഒരു ആസൂത്രിതമായിട്ടുള്ള കലാപമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഉദ്യോഗസ്ഥൻ അപ്പോൾ ഈ ഹേഴ്സ് എവിടുത്തെ മിലിറ്ററി പോലീസ് സംവിധാനം നിയന്ത്രിച്ചിരുന്ന ക്യാപ്റ്റൻ ഹേഴ്സി ആയിരുന്നു.
എന്നാൽ അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിരുന്നത് ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരായിരുന്നു. ഈ ഉദ്യോഗസ്ഥ വിഭാഗത്തോട് നിരന്തരം നിർബന്ധിച്ചിട്ടും ഹേഴ്സിനെ വധിക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. അതിനാൽ വിവിധ റെജിമെൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പോലീസുകാരുടെ സംഘത്തെയാണ് പിന്നീട് അത് നിയോഗിച്ചത്. 1957 കലാപത്തിൻ്റെ ചരിത്രം എഴുതിയ ചാൾസ് ബാളിൻ്റെ അഭിപ്രായം ഏറെ പ്രസക്തമാണ്. കാൺപൂരിലെ കലാപം വിലയിരുത്തുന്നതിനായി രാത്രികാല പഞ്ചായത്തുകൾ കൂടുക പതിവായിരുന്നു. കലാപം പ്രധാന സ്ഥലങ്ങളിൽ നിന്നും നേതാക്കൾ ഒറ്റനോട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കലാപങ്ങളും എവിടെയൊക്കെയാണ് കലാപം നടന്നത് നമുക്ക് നോക്കാം. മീററ്റ്, ഡൽഹി, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, കാൺപൂർ, ലക്നൗ, അലഹാബാദ്, ഫൈസാബാദ്, ബരക്പൂർ, ആര, അതുപോലെ തന്നെ ഗോരഖ്പൂർ, ഇതിലൊക്കെ കലാപം 1957 കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മീററ്റുണ്ട്, ഡൽഹിയുണ്ട്, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹാബാദ്, ഫൈസാബാദ്, അതുപോലെ തന്നെ ബരക്പൂർ, ആര, കാൺപൂർ, ലക്നൗ, അവധ്, ഗോരഖ്പൂർ. ഇനി ഓരോരോ സ്ഥലങ്ങളിൽ എന്താ പറയുക, ആരൊക്കെയായിരുന്നു ലീഡേഴ്സ് നമുക്ക് ഓടിച്ചു പറയാം. ബഹദൂർ ഷാ സഫർ അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ്. ബഹദൂർ ഷാ സഫർ കലാപകാലത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി ഉയർത്തപ്പെട്ടു. അതായത് ഷഹൻഷായി ഹിന്ദുസ്ഥാൻ. സഫർ എന്ന തൂലികാനാമം അപ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ തൂലികാനാമം സഫർ എന്ന തൂലികാനാമം. 82 വയസ്സുള്ള വയോധികൻ ചെങ്കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകി വാർഷിക പെൻഷൻ പറ്റി ജീവിച്ചു ബഹദൂർ ഷാ സഫർ. റാണി ലക്ഷ്മിബായി എന്ന് പറഞ്ഞ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിൻ്റെ പത്നി. ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിൻ്റെ പത്നിയാണ് ഝാൻസി റാണി. മണികർണിക എന്നാണ് വിളിപ്പേര്. ഗംഗാധർ റാവുവിൻ്റെ മരണത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്ത് റാണി ലക്ഷ്മിബായിയെ കലാപത്തിന് പ്രേരിപ്പിച്ചു. റാണി ലക്ഷ്മിബായി ഗംഗാധർ റാവുവിൻ്റെ പത്നിയാണ്. മണികർണിക എന്നാണ് പേര്. റാണി ലക്ഷ്മിബായി ഗംഗാധർ റാവുവിൻ്റെ പത്നി. ഓർത്തിരിക്കുക. നാനാ സാഹിബ് കാൺപൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. മറാത്തയിലെ അവസാന പേഷ്വയായിരുന്ന ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രൻ. അപ്പോൾ ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. നാനാ സാഹിബ് എന്ന് പറയുന്ന സംഗതി ദത്തുപുത്രനാണ് ആരുടെ? ബാജി റാവു രണ്ടാമൻ്റെ. ഇംഗ്ലീഷുകാർ അദ്ദേഹത്തിന് പെൻഷൻ നിഷേധിച്ചു. അവർക്ക് ഈ നാനാ സാഹിബിനെതിരെ. താന്തിയ തോപ്പി എന്ന് പറഞ്ഞ സംഗതിയാണ് നാനാ സാഹിബിൻ്റെ വിശ്വസ്ത സേവകൻ. ഈ താന്തിയ തോപ്പി എന്ന് പറഞ്ഞ സംഗതി ഈ നാനാ സാഹിബിൻ്റെ വിശ്വസ്ത സേവകനാണ്. കലാപത്തിന് മുന്നണി പോരാളിയാണ്. ഒളിപ്പോരും ഗറില്ല യുദ്ധവുമായിരുന്നു വിദഗ്ധൻ. ആര്? ഈ താന്തിയ തോപ്പി എന്ന് പറഞ്ഞ സംഗതി ഝാൻസിയിലെ റാണി ലക്ഷ്മിബായോടൊപ്പം സഹായിച്ചു. ആര്? ഈ താന്തിയ തോപ്പി എന്ന് പറഞ്ഞ സംഗതി. അതുപോലെ തന്നെ ബീഗം ഹസരത്ത് മഹൽ അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നി. 1956 ബ്രിട്ടീഷുകാർ വാജിദ് അലി ഷായെ കൽക്കട്ടയിലേക്ക് നാടുകടത്തുകയായിരുന്നു. തുടർന്ന് അവധിലെ ബീഗം ഹസരത്ത് മഹൽ അവധിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. അപ്പോൾ നമ്മൾ ഓടിച്ച് പറയാം. ബഹദൂർ ഷാ സഫർ അവസാനത്തെ മുഗൾ ചക്രവർത്തി. സഫർ എന്ന തൂലികാനാമം. 82 വയസ്സുള്ള വയോധികൻ ചെങ്കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയ വാർഷിക പെൻഷൻ പറ്റി ജീവിച്ചു. റാണി ലക്ഷ്മിബായി ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ പത്നി. മണികർണിക എന്ന യഥാർത്ഥ പേര്. ഗംഗാധർ റാവുവിൻ്റെ മരണത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്ത റാണി ലക്ഷ്മിബായിയെ കലാപത്തിന് പ്രേരിപ്പിച്ചു. നാനാ സാഹിബ് എന്ന പ്രസംഗതി കാൺപൂരിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുക്കുകയും മറാത്തയിൽ അവസാന പേഷ്വയായിരുന്ന ബാജിറാവു രണ്ടാമത്തെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. ഇംഗ്ലീഷുകാർ അദ്ദേഹത്തിന് പെൻഷൻ നിഷേധിച്ചു. താന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ വിശ്വസ്ത സേവകനാണ്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് മുന്നണി പോരാളി. ഒളിപ്പോരും ഗറില്ല യുദ്ധമുറയിലും വിദഗ്ധൻ. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ സഹായിച്ചു. ബീഗം ഹസരത്ത് മഹൽ എന്ന് പറഞ്ഞ സംഗതിയാരാണ്? അവധിലെ ഭരണാധികാരിയായ വാജിദ് അലി ഷായുടെ പത്നി. 1956 ബ്രിട്ടീഷ് വാജിദ് അലി ഷായെ കൽക്കത്തയിൽ നാടുകടത്തി. അവധിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസരത്ത് മഹലാണ്. ഓർത്തിരിക്കുക. ഇനി നേതാക്കൾ സ്ഥലങ്ങൾ എന്ന് പറയുന്ന സംഗതി കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ കൻവർ സിംഗ് ആണ്. മൗലവി അഹമ്മദുള്ള എവിടെയാണ്? ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ. അവധിലെ ബിർജീസ് ഖാദർ. ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓർത്തിരിക്കുക. അപ്പോൾ സ്ഥലങ്ങൾ ജഗദീഷ്പൂരിലെ ആരാണ്? ജഗദീഷ്പൂരിലെ കൻവർ സിംഗ് എന്ന് പറയുന്നത് ജഗദീഷ്പൂരിലെ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ജഗദീഷ്പൂർ. അതിനെ അല്ലെങ്കിൽ ആര എന്ന് പറയും. ആര അല്ലെങ്കിൽ ജഗദീഷ്പൂരിലെ കൻവർ സിംഗ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ. അവധിലെ ബിർജീസ് ഖാദർ. ഓർത്തിരിക്കുക. അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും എന്താണ്? റൂമേഴ്സ് എന്തായിരുന്നു ആ സമയത്തിലെ? 1857 കലാപത്തിൻ്റെ വളർച്ചയെ സഹായിച്ച 2 പ്രധാന സംഭവങ്ങളുണ്ട്. കലാപ സമയത്ത് പ്രചരിച്ച അഭ്യൂഹങ്ങളും പ്രവചനങ്ങളുമാണവ. ഓരോന്നായി നമുക്ക് നോക്കാം. ഒന്ന്, ആനപ്പുറത്ത് കയറിയ ഒരു ഫക്കീർ മീററ്റിൽ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആനപ്പുറത്തേറിയ ഒരു ഫക്കീർ മീററ്റിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നും കലാപകാരികൾക്ക് ആവേശം നൽകുന്നതിന് ഇത് ഏറെ സഹായിച്ചിരുന്നു എന്നും അതിൽ പ്രധാനമാണ്. കലാപത്തിൽ തുടക്കം കുറിച്ച സൈനികർക്ക് നൽകിയ പുതിയ ഇനം എൻഫീൽഡ് തോക്കുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ഒരു അഭ്യൂഹമായിരുന്നു. ഈ തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന കൊഴുപ്പ് പുരട്ടിയ തിരകൾ, അതായത് വെടിയുണ്ട എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. ഈ തിരകളിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അപ്പോൾ ഈ തിരകൾ എന്താണ്? പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയിരുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്ക്, പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമാണ്. അല്ലെങ്കിൽ അത് അവർക്ക് അവരുടെ ഒരു മതപരമായിട്ട് നിഷിദ്ധമാണ്. അപ്പോൾ എന്താ പറയുക, നിഷിദ്ധമാണ് കണക്കാക്കിയിരുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മതവിശ്വാസം തകർക്കുന്നതിനുള്ള ശ്രമമാണിത് പരക്കെ പ്രചരിക്കപ്പെട്ടു. അപ്പോൾ മറ്റൊരു അഭ്യൂഹമായിരുന്നു ആട്ടവുമായി ബന്ധപ്പെട്ട മിലിറ്ററി കണ്ടോൺമെൻറ്റിൽ വിതരണം ചെയ്തിരുന്ന ധാന്യപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തിട്ടുണ്ടെന്ന അഭ്യൂഹവും ഉയർന്നിരുന്നു. അപ്പോൾ ഇതുമൂലം ശിപ്പായിമാർ ആട്ട തൊടാൻ പോലും വിസമ്മതിച്ചു. കൂടാതെ ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നതിന് ബ്രിട്ടീഷ് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പടർന്നു. അഭ്യൂഹങ്ങൾ പല
അഭ്യൂഹങ്ങൾ പോലെ ചില പ്രവചനങ്ങളും കലാപത്തിലേക്ക് നയിച്ചു. പ്ലാസി യുദ്ധം കഴിഞ്ഞ് 100 വർഷമാകുമ്പോഴേക്കും 1757 ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കുക എന്നായിരുന്നു അവയിൽ പ്രധാനം. അഭ്യൂഹങ്ങളുടെയും പ്രവചനങ്ങളെയും തെറ്റും ശരിയും നോക്കിയില്ല ജനങ്ങൾ വിശ്വസിച്ച്, മറിച്ച് അത് ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നാണ് പ്രധാനം. ജനങ്ങളുടെ മനസ്സിൽ ഭയമാണ് അഭ്യൂഹങ്ങളായി പ്രചരിച്ചതും ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരെ സംശയത്തോടെയും ഭയത്തോടെയും നോക്കിക്കാണാൻ ഇന്ത്യക്കാർ പ്രേരിപ്പിച്ച അനേകം ഘടകങ്ങളുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. 1857 കലാപത്തിൽ പ്രേരിപ്പിച്ച ഒരുപാട് അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്ത് ആരൊക്കെയെന്ന് കൂടി നോക്കാം. കൻവർ സിംഗ്, ആറ അല്ലെങ്കിൽ ജഗദീഷ്പൂർ, മൗലവി ഹമൂദുള്ള ഫൈസാബാദ്, ജനറൽ ഭക്ത് ഖാൻ ഡൽഹി, ബിർജീസ് ഖാദർ അവധിലെ ബിർജീസ് ഖാദർ ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ, ഫൈസാബാദ് മൗലവി ഹമൂദുള്ള, ആറ കൻവർ സിംഗ്. എന്തൊക്കെയാണ് കലാപത്തിന് തുടക്കം കുറിച്ച് സൈനികർ നൽകിയ പുതിയ ഇനം എൻഫീൽഡ് റൈഫിളുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. അതിൽ ആരുടെ പശുവിൻ്റെയും അതുപോലെ പന്നിയുടെയും കൊഴുപ്പ് പുരണ്ടതായിരുന്നു ഈ തിരകൾ. അപ്പോൾ ഈ നീ എന്ന് പറയുന്ന സംഗതി മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമായിരുന്നു, അതുപോലെ തന്നെ പശു എന്ന് പറയുന്ന സംഗതി ഹിന്ദുക്കൾക്കും ഒക്കെ നിഷിദ്ധമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും മതവിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് ഒരു അഭ്യൂഹം ഉണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു അഭ്യൂഹമായിരുന്നു ആട്ടയുമായി ബന്ധപ്പെട്ടിരുന്ന മിലിറ്ററി കണ്ടോൺമെൻറ്റിൽ വിതരണം ചെയ്തിരുന്ന ധാന്യപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തുണ്ടായിരുന്ന ഒരു അഭ്യൂഹം ഉയർന്നു. അതുപോലെ തന്നെ അഭ്യൂഹങ്ങൾ വേറെ ചിലതെന്തായിരുന്നു. അതുപോലെ തന്നെ അഭ്യൂഹങ്ങൾ ചില പ്രവചനങ്ങളും കലാപത്തിലേക്ക് നയിച്ചു. എന്താണ്? പ്ലാസി യുദ്ധം കഴിഞ്ഞ് 100 വർഷമാകുമ്പോഴേക്കും 1857 ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കുകയെന്നായിരുന്നു അവയിൽ പ്രധാനം. അഭ്യൂഹങ്ങളുടെയും പ്രവചനങ്ങളെയും തെറ്റും ശരിയും നോക്കിയില്ല ജനങ്ങൾ വിശ്വസിച്ചത്, മറിച്ച് അത് ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നാണ് പ്രധാനം. ജനങ്ങൾ ഒക്കെ മനസ്സിലെ ഭയമാണ് അഭ്യൂഹങ്ങളായി പ്രചരിച്ചതും ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരെ സംശയത്തോടെയും ഭയത്തോടെയും നോക്കിക്കാണാൻ ഇന്ത്യക്കാരെ പ്രചരിച്ച അനേകം ഘടകങ്ങളുണ്ടായിരുന്നു. കലാപത്തിൻ്റെ കാരണങ്ങളിലേക്ക്, കോസ് ഓഫ് ദ റിവോൾട്ട് എന്തായിരുന്നു ഇതിലേക്ക് മെയിനായിട്ടുള്ള കാരണം? അത് 1757 മുതൽ 1857 വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ആക്രമണ നയങ്ങളിലൂടെയും പിടിച്ചെടുക്കൽ നയത്തിലൂടെയും ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ടു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ടു. അപ്പോൾ 1757 മുതൽ 1857 വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആക്രമണ നയങ്ങളിലൂടെയും പിടിച്ചെടുക്കൽ നയത്തിലൂടെയും ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ടു. ഈ സാമ്രാജ്യ നവീകരണത്തിൽ അധികാരം നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവർ, സമ്പത്ത് നഷ്ടപ്പെട്ടവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ തുടങ്ങി അനേകം പേരുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ടായ അസംതൃപ്തിയും വെറുപ്പുമാണ് 1857 ലഹളയെ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. എന്നിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർക്കപ്പെട്ടു. അവിടെ ഒരുപാട് ആളുകൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, പല മേഖലയിലുള്ള ആളുകൾ, ജനങ്ങൾക്ക് അസംതൃപ്തിയും വെറുപ്പുമാണ് ഈ ബ്രിട്ടീഷുകാരോടുണ്ടായത്. 1857 ലഹളയായി പൊട്ടിപ്പുറപ്പെട്ടതാണ്. സാമ്പത്തികം, സാമൂഹികം, രാഷ്ട്രീയം, സൈനികം തുടങ്ങിയ ഘടകങ്ങളെ ജനങ്ങളെ കലാപത്തിലേക്ക് നയിച്ചു. ഇതെല്ലാ ഘടകങ്ങളും കലാപത്തിലേക്ക് നയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമ്പത്തിക കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1764 ബക്സർ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരിച്ച ഭൂനയങ്ങളും നികുതി സ്വീകരിച്ചിരുന്ന രീതിയും നമ്മളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകളുടെ ഉള്ളിൽ വളരെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗത കാർഷിക വ്യവസ്ഥയെ തകർത്തു. പലതരം സാമ്പത്തിക നയങ്ങളും നികുതി പിരിവൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, കർഷകർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുകയും ഉൽപ്പാദിപ്പിച്ച വിളകൾ ഭൂരിഭാഗവും നികുതിയായി നൽകേണ്ടി വരികയും ചെയ്തു. ആർക്ക്? ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക്. അപ്പോൾ ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറ്റിയതോടെ അവരുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളമായും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായും ഇന്ത്യ മാറി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പോള കേന്ദ്രമായി മാറി. ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ അങ്ങോട്ട് കയറ്റിയിരിക്കുക, വൻതോതിൽ അവരുടെ സാധനങ്ങൾ ഇവിടെ വിറ്റഴിക്കുക, നികുതി വാങ്ങുക, നികുതി അടിച്ചേൽപ്പിക്കുക, ഇതൊക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ മേളിൽ ചെയ്തിരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ കമ്പോളമായതോടെ കുടിൽ വ്യവസായങ്ങളും പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങളും തകർക്കപ്പെട്ടു. അങ്ങനെ അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതിന് കാരണമായ ഇംഗ്ലീഷുകാർക്കെതിരെ അസംതൃപ്തിയും വെറുപ്പുമാണ് കലാപത്തിൻ്റെ കാരണങ്ങൾ പ്രധാനപ്പെട്ട. ഇതൊക്കെ ഇതിനെതിരെ ഒരുപാട് വെറുപ്പും അസംതൃപ്തിയും ഒക്കെ ഉണ്ടായി. ഇതാണ് കലാപത്തിന് മെയിൻ കാരണം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഭരണപരവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? മുഗൾ ഭരണത്തിന് പ്രതാപകാലം അസ്തമിച്ചതോടെ ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ നയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ ഇവയിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അധികാരം നഷ്ടപ്പെട്ടു. നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലഭിച്ചിരുന്ന കലാകാരന്മാരുമായ അതുപോലെ മതനേതാക്കൾ തുടങ്ങിയവരുടെ നിലനിൽപ്പ് അപകടത്തിലായി. യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട കോടതികൾ ബ്രിട്ടീഷുകാരുടെയും സമീന്ദ്രന്മാരുടെയും താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചു. അതുപോലെ തന്നെ കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ അവസാനം ഭരണകൂടത്തിനെതിരെ കലാപങ്ങൾ പങ്കുചേർന്നു. നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങൾ, ദത്താവകാശ നിരോധന നയവും സൈനിക സഹായ വ്യവസ്ഥയും, ഇതിലൂടെ അനേകം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരികളും ഫ്യൂഡൽ പ്രഭുക്കളും കലാപത്തിൻ്റെ മുന്നണി പോരാളികളായപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. നമ്മൾ ആൾറെഡി നോക്കി. സാമ്പത്തിക അതുപോലെ തന്നെ എന്താണ്
ഒരുപാട് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സൈനിക നടപടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നിന്ന് വെറുപ്പ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. മുഗൾ ഭരണത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും അവരുടെ തൊഴിൽ നഷ്ടമായി. കാര്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പിന്നെ നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലഭിച്ചിരുന്ന കലാകാരന്മാർ, നേതാക്കൾ തുടങ്ങിയവരുടെ നിലനിൽപ്പ് അപകടത്തിലായി. യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട കോടതികൾ ബ്രിട്ടീഷുകാരുടെയും സെമീന്ദ്രമാരെയും താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങൾ, ദത്താവകാശ നിരോധന നയവും സൈനിക സഹായ വ്യവസ്ഥയും, ഇതിലൂടെ അനേകം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരികളും ഫ്യൂഡൽ പ്രഭുക്കളും കലാപത്തിന്റെ മുന്നണി പോരാളികളായി. എന്താണ് ഈ ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞത്? ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഇതിൻ പ്രകാരം ഒരു നാട്ടുരാജാവ് പുരുഷ അനന്തരാവകാശി ഇല്ലാത്ത മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണം. അതായത് ദത്തെടുത്തിട്ട് അനന്തരാവകാശി ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു രാജാവിന് ആൺപുത്രൻ അല്ലെങ്കിൽ ആൺ മക്കളില്ലെങ്കിൽ ആ സ്ഥലം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് ദത്താവകാശ നിരോധന നിയമം. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഡൽഹൌസി പ്രഭുവിൻ്റെ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഇതുപ്രകാരം ഒരു നാട്ടുരാജാവ് പുരുഷ അനന്തരാവകാശി ഇല്ലാതെ മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ പലതരം വ്യവസ്ഥകളാണ് ഇവർ അവരുടെ ആ ഒരു സാമ്രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അടുത്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞ സംഗതി. കോൺവാലിസ് ആക്രമണത്തിലൂടെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന വിവിധ നയങ്ങൾ. അത്തരത്തിലൊന്നാണ് വെല്ലസ്ലി പ്രഭു. കോൺവാലിസ് അല്ല, വെല്ലസ്ലി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശം. മറ്റേ വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ. ഈ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. എന്താണ് ഈ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. സൈന്യത്തിൻ്റെ ചെലവ് നാട്ടുരാജ്യത്തിലെ രാജാവ് നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്തിൻ്റെ സംരക്ഷണം കമ്പനി ഏറ്റെടുക്കും. ഇംഗ്ലീഷുകാരുമല്ലാത്ത മറ്റേതെങ്കിലും രാഷ്ട്രീയമായോ അല്ലെങ്കിൽ രാഷ്ട്രമായോ ഭരണാധികാരിയായോ സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ കരാറിലേർപ്പെടാനോ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാനോ പാടില്ല. ഇതാണ് എന്ത് സൈനിക സഹായ വ്യവസ്ഥ. ആരായിരുന്നു അത്? ഡൽഹൌസി ആണോ വെല്ലസ്ലി പ്രഭു ആയിരുന്നു അത്. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു ആയിരുന്നു. ദത്താവകാശ നിരോധന നിയമം സൈനിക സഹായ വ്യവസ്ഥയാണ്. അത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു ആയിരുന്നു. ഓർത്തിരിക്കുക. ഇനി സാമൂഹിക മതപരമായ ഘടകങ്ങൾ. ബ്രിട്ടീഷുകാർ തങ്ങളുടെ വംശീയമായ ഇതെന്തായിരുന്നു ഈ ഘടകം എന്ന് പറഞ്ഞാൽ ഭരണപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ. ഇനി സാമ്പത്തിക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. സാമ്പത്തിക കാരണം എന്ന് പറഞ്ഞാൽ ഈ കർഷകർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുകയും ഉൽപ്പാദിപ്പിച്ച വിളവുകൾ, അതൊക്കെയാണ് എന്ത് സാമൂഹികമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ. ഇനി ഭരണപരവും രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടതോടെ ഇവർക്ക് നാട്ടുരാജ്യങ്ങളുടെ സംരക്ഷണം പ്രോത്സാഹനം ലഭിച്ചിരുന്ന കലാകാരന്മാർ നേതാക്കളൊക്കെ ഇവർക്കെതിരെ തിരിഞ്ഞു. പിന്നെ ആണ് അടുത്ത കുറച്ച് നിയമങ്ങൾ. ദത്താവകാശ നിരോധനം എന്ന് പറഞ്ഞ സംഗതി ആരാണ്? അത് ഡൽഹൌസി പ്രഭുവായിരുന്നു. ഇനി റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ. ഇനി സാമൂഹികവും മതപരമായ ഘടകങ്ങൾ. ബ്രിട്ടീഷുകാർ തങ്ങളുടെ വംശീയമായ മേൽക്കോയ്മ വിശ്വസിക്കുന്നവരായിരുന്നു. അതിനാൽ ഉയർന്ന ഉദ്യോഗങ്ങളെല്ലാം നിന്നെല്ലാം അവർ ഇന്ത്യക്കാരെ മാറ്റി നിർത്തി. ഇന്ത്യയിൽ പരമ്പരാഗതമായി നിന്നിരുന്ന വിശ്വാസങ്ങൾ ഇല്ലാതാക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നത് എന്നതാണ് വളർന്നു വന്നു. ചില സാമൂഹിക പരിഷ്കരണങ്ങൾ, നിയമങ്ങൾ, സതി നിരോധനം, ശൈശവിവാഹം ഈ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളെയും ഇന്ത്യക്കാർ സംശയത്തോടെയാണ് കണ്ടത്. അടുത്താണ് അവധ് പിടിച്ചെടുക്കൽ. അനക്സേഷൻ പോളിസി. എന്താണ്? പിടിച്ചെടുക്കൽ നയത്തിൻ്റെ ഭാഗമായി ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയം. അപ്പോൾ ഡൽഹൌസിയാണ് നേരത്തേത് ദത്താവകാശ നിരോധന നയം. ഡൽഹൌസി പ്രഭുവിൻ്റെ ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയം, അനക്സേഷൻ പോളിസി ഫലം അനുഭവിച്ച നാട്ടുരാജ്യമാണ് അവധ്. ഇന്ത്യയിലെ സമ്പന്ന പ്രദേശങ്ങളൊന്നായിരുന്നു അവധ്. അവധിലെ ഒരു സമ്പത്ത് കൈവശപ്പെടുത്താനുള്ള ആഗ്രഹമാണ് ഡൽഹൌസിയുടെ. ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറിപ്പടമെന്ന് അവധിനെ വിശേഷിപ്പിച്ചാണ് ഡൽഹൌസി. ഇത് ചോദ്യം പല മത്സര പരീക്ഷയിലും 1 മാർക്കിൽ ചോദിച്ച ചോദ്യമാണ്. ആരാണെന്ന് പറഞ്ഞാൽ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഡൽഹൌസി പറഞ്ഞ കാര്യമാണ്. ഡൽഹൌസി പറഞ്ഞ കാര്യമാണെന്ത്? അനക്സേഷൻ പോളിസി. അദ്ദേഹം പറഞ്ഞ് ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറിപ്പഴം എന്ന് അവധിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവധിനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് എന്ത്? ഈ ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറിപ്പഴം എന്ന്. അടുത്ത് പിന്നെന്താണ് പറഞ്ഞത്? പിന്നെന്താ നോക്കാനുള്ളത്? ബ്രിട്ടീഷ് സൈന്യത്തിലെ നല്ലൊരു ശതമാനം സൈനികരെയും റിക്രൂട്ട് ചെയ്തിരുന്നത് അവധിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമായിരുന്നു. അവധ് അറിയപ്പെട്ടിരുന്നത് തന്നെ ബംഗാൾ ആർമിയുടെ നഴ്സറി. ഏതാണ്? ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്ന അവധാണ്. ബ്രിട്ടീഷുകാർ അവധ് പിടിച്ചെടുത്തോടെ അതുവരെ ഇല്ലാത്ത പല പ്രയാസങ്ങളും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കൊട്ടാരവുമായി ബന്ധപ്പെട്ട അനേകം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. കവികൾ, കലാകാരന്മാർ, ശില്പികൾ തുടങ്ങിയ അവർ തൊഴിൽരഹിതരായി. കർഷകർ അമിതമായി നികുതി നൽകേണ്ടി വന്നു. താലൂക്ക്ദാർമാർ അധികാരവും പദവികൾ നഷ്ടപ്പെട്ടു. തദ്ദേശീയമായി ഭരണവും പട്ടാളവും
പിടിച്ചുവിട്ടതിൽ അനേകം തൊഴിൽ നഷ്ടപ്പെട്ടു. ദുർഭരണത്തിൻ്റെ പേര് പറഞ്ഞതായിരുന്നു ബ്രിട്ടീഷ് അവധിലെ നവാബായിരുന്ന വാജിദ് അലി ഷായെ കൽക്കത്തയിലേക്ക് നാടുകടത്തിയത്. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം അവധിൽ വെച്ച് നടന്നു. അപ്പോൾ അവധിൽ ആരായിരുന്നു ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത്? അവധിൽ നേതൃത്വം കൊടുത്തത് ബിർജീസ് ഖാദർ. ഓക്കെ, അപ്പോൾ ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറുപ്പഴം എന്ന് പറഞ്ഞത് ഡൽഹൌസി, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഡൽഹൌസി പ്രഭു അതുപോലെ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, ബംഗാൾ ആർമിയുടെ നഴ്സറി ആയിരുന്നു അവധ് എന്ന സംഗതി. ഓക്കെ, ഇനി ഐക്യത്തിൻ്റെ കാഴ്ചപ്പാട്, വിഷൻ ഓഫ് യൂണിറ്റി. 1957 വിപ്ലവത്തിൻ്റെ സവിശേഷത ജാതി മത ഭേദമന്യേ മുഴുവൻ ഇന്ത്യക്കാരെയും ഒരുമയോടെ പ്രവർത്തിച്ചു എന്നതാണ്. ബ്രിട്ടൻ എന്ന പൊതുശത്രുവിനെതിരെ ഒരുമിച്ചാണ് ഇന്ത്യക്കാർ പോരാടിയത്. മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഒരു ദേശീയ പ്രതീകമായി കലാപകാരികൾ കണക്കാക്കിയിരുന്നു. ഈ ഐക്യം തകർക്കുന്നതിന് ബ്രിട്ടീഷുകാർ പല അടവുകളും സ്വീകരിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ മാത്രമല്ല, ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായ സമീന്ദ്രന്മാരെയും അവരുടെ സഹായികളെയും കലാപകാരികൾ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജമീന്ദർമാരുടെയും ഹുണ്ടികക്കാരുടെയും ആക്രമിച്ച് എന്താണ് കണക്ക് പുസ്തകങ്ങൾ അഗ്നിക്കിരയാക്കി. ഓക്കെ, ഐക്യത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഇനി കലാപം അടിച്ചമർക്കപ്പെട്ടത് എങ്ങനെ? ഡൽഹൌസി, കാൺപൂർ, ലഖനൗ എന്നിവിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണം തൽക്കാലത്തേക്ക് മാത്രമേ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കലാപാനന്തരം മുഗൾ ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ചയായാണ് കലാപകാരികൾ ലക്ഷ്യവെച്ചത്. എന്നാൽ ബ്രിട്ടീഷുകാർ കലാപത്തെ ശക്തമായി നേരിട്ടു. അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഉത്തരേന്ത്യയിൽ മുഴുവനും പട്ടാള നിയമം പ്രഖ്യാപിച്ചു. കലാപ സാധ്യത ഇല്ലാതാക്കാൻ നിരവധി നിയമങ്ങൾ പാസാക്കി. ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി. ഇംഗ്ലണ്ടിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. അങ്ങനെ പല രീതിയിലും ബ്രിട്ടീഷുകാർ ഈ ഒരു വിപ്ലവത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഒരുപാട് രീതിയിൽ അവരെ അടിച്ചമർത്തി. ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. കലാപ സാധ്യത ഇല്ലാതാക്കാൻ നിരവധി നിയമങ്ങൾ പാസാക്കി. ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അധികാരം നൽകി. ഇംഗ്ലണ്ടിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇനി കലാപത്തോടുള്ള ബ്രിട്ടീഷ് സമീപനം എന്തായിരുന്നു? കലാപകാലത്ത് ബ്രിട്ടനിൽ പൊതുജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നതിനും അവരുടെ പ്രതികരണങ്ങൾ ആരായുന്നതിനും വ്യത്യസ്ത രീതികളാണ് സ്വീകരിച്ചത്. കലാപകാരികളുടെ ആക്രമണകാരികളായ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളും രചനകളും തയ്യാറാക്കി. അതിൽ ചിലത് പരിചയപ്പെടാം. ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കിയ 1957 ജോൺസ് ബാർക്കർ വരച്ച ലക്നൌവിൻ്റെ ആശ്വാസം. അപ്പോൾ ലക്നൌവിൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞ ചിത്രം ആര് വരച്ചാണ്? ജോൺസ് ബാർക്കറിൻ്റെ ലക്നൌവിൻ്റെ ആശ്വാസം, റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറഞ്ഞ ചിത്രം ജോൺസ് ബാർക്കർ. ഓക്കെ, ജോൺസ് ബാർക്കറാണ് ദ റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ചിത്രം വരച്ചത്. ഇനി മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും ആക്രമണവും സഹിച്ചു നിൽക്കുന്ന നിസ്സഹായ ബ്രിട്ടീഷ് വനിതകളുടെയും കുട്ടികളുടെയും ചിത്രമാണ് ലക്നൌവിൻ്റെ ആശ്വാസം. അടുത്ത് ജോസഫ് നോയൽ പേഡൻ വരച്ച ജോസഫ് നോയൽ പേഡൻ അദ്ദേഹം വരച്ച ഇൻ മെമ്മോറിയം എന്ന ചിത്രം. ഓക്കെ, ഇൻ മെമ്മോറിയം. ഓക്കെ, ലക്നൌവിൻ്റെ ആശ്വാസമാരാണ് അത് ബാർക്കർ. എന്താണ്? ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 ജോൺസ് ബാർക്കർ വരച്ച ലക്നൌവിൻ്റെ ആശ്വാസം ആരാ വരച്ചത്? ജോൺസ് ബാർക്കർ വരച്ച ലക്നൌവിൻ്റെ ആശ്വാസം എന്ന ചിത്രം. ജോൺസ് ബാർക്കറിൻ്റെ ലക്നൌവിൻ്റെ ആശ്വാസം എന്ന ചിത്രം. അതുപോലെ തന്നെ ജോസഫ് നോയൽ പേഡൻ വരച്ച ഇൻ മെമ്മോറിയം എന്ന ചിത്രം ആരാണ്? ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഇൻ മെമ്മോറിയം എന്ന് പറഞ്ഞ ചിത്രം വരച്ചത് ആരാണ്? പേഡൻ. ജോസഫ് നോയൽ പേഡൻ. കലാപം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് ദീർഘായുസ് ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിലുണ്ടായ ചില വിജയങ്ങൾ ഒഴിച്ചാൽ കലാപം തികച്ചും പരാജയമായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ: ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം വ്യാപിച്ചിരുന്നുള്ളൂ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹായിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവരും വൻകിട കച്ചവടക്കാരും എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല. കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല. കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കലാപത്തിന് പരാജയത്തിന് കാരണമായി. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പ്രാദേശികമായ ചില സ്ഥലങ്ങൾ മാത്രമേ കലാപം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളെയും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവരും ഈ കലാപത്തിനെ പിന്തുണച്ചില്ല. ഓർത്തിരിക്കുക, കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല. കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണവും ഉണ്ടായിരുന്നില്ല. കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കലാപത്തിന് പരാജയം കാരണമായി. ഇനി എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു? 1857 കലാപത്തിലെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അതിന് ദൂരവ്യാപകമായി ചില ഫലങ്ങളുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അനന്തരഫലങ്ങൾ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴാവുകയും ചെയ്തു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷിൻ്റെ അധികാരത്തിൻ്റെ അണ്ടറിലായി. ഇന്ത്യയുടെ മുഗൾ ഭരണം അന്ത്യം കുറിച്ചു. കലാപശേഷം സാമൂഹിക പരിഷ്കരണങ്ങളോടെ മുഖം തിരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ ദേശീയതയുടെയും
ഇന്ത്യയുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമായി. അപ്പോൾ അത് ഇന്ത്യൻ ദേശീയതയുടെയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് സഹായകമായി. 1858 ബ്രിട്ടീഷ് ആജ്ഞയുടെ വിളംബരത്തോടെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. ഇതോടൊപ്പം ഇന്ത്യയിൽ ആക്രമണത്തിൻ്റെയും കൂട്ടിച്ചേർക്കലിൻ്റെയും കാലഘട്ടം അവസാനിക്കുകയും സാമ്പത്തിക ചൂഷണത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും പുതുയുഗം ആരംഭിക്കുകയും ചെയ്തു. ഓരോ ഇന്ത്യക്കാരിലും ഞാൻ ഒരു ഇന്ത്യക്കാരനാണെന്ന ബോധം വളർന്നു വരികയും അതുവഴി ദേശീയ പ്രസ്ഥാനം ശക്തമാവുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇതിലുണ്ടായ ഒരു മാറ്റം. ഈ പാഠത്തിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? 1757 മുതൽ 1857 വരെയുള്ള 100 വർഷക്കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആക്രമണത്തിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും നയമാണ് പിന്തുടർന്നിരുന്നത്. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ സമ്പത്ത് കൈവശപ്പെടുത്തുകയായിരുന്നു ബ്രിട്ടീഷ് പ്രധാന ലക്ഷ്യം. ബ്രിട്ടീഷ് നയങ്ങളുടെ ഫലമായി അനേകം പേർക്ക് ജോലിയും വരുമാനവും ഭൂമിയും നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വിവിധ വിഭാഗം ജനങ്ങളുടെ പ്രതിഷേധമാണ് 1857 കലാപത്തിലേക്ക് നയിച്ചത്. കലാപം ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് അവ പ്രചരിക്കുന്നതിനും വ്യത്യസ്ത രീതികളാണ് കലാപകാരികൾ സ്വീകരിച്ചത്. 1857 കലാപം മധ്യേന്ത്യയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യം പറയേണ്ടതാണ്. ഇന്ത്യക്കാരുടെയും കലാപകാരികളുടെയും പ്രതികാര മനോഭാവം വളർത്താൻ ബ്രിട്ടീഷ് മാധ്യമങ്ങളും ചിത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കലാപത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചില വിജയങ്ങൾ ഉണ്ടായെങ്കിലും അവസാനം കലാപകാരികൾ കലാപത്തെ അടിച്ചമർത്തി. ഇംഗ്ലീഷുകാർ കലാപത്തെ അടിച്ചമർത്തി. കലാപം പരാജയപ്പെട്ടുവെങ്കിലും ഇന്ത്യയിൽ ദേശീയ മനോഭാവം വളർന്നു വരികയും അത് ദേശീയ മനോഭാവം വളർത്തിയെടുക്കാൻ സഹായകമായി എന്നാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയത് വളരെ വലിയൊരു ചാപ്റ്റർ 1857 കലാപം എന്ന് പറയുന്ന വലിയ ചാപ്റ്റർ. പല സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് ഇതിന് കലാപത്തിന് നേതൃത്വം കൊടുത്തതെന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു ഇതിന് കാരണമായ അഭ്യൂഹങ്ങൾ നോക്കി. കലാപത്തിന് കാരണങ്ങൾ, മെയിനായിട്ടുള്ള കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങൾ നമ്മൾ നോക്കി. സാമ്പത്തിക കാരണങ്ങൾ നമ്മൾ നോക്കി. ഭരണവും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ അതായത് സെമീന്ദ്രന്മാർ, ഈ ബ്രിട്ടീഷുകാർ, അതായത് പല ആളുകൾക്കും ജോലി നഷ്ടമായി. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. ദത്താവകാശ നിരോധന നിയമം പോലുള്ള നിയമം ആരാണ്? ഡൽഹൌസി പ്രഭുയുടെ ദത്താവകാശ നിരോധന നിയമം. അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥ. അതുപോലെ തന്നെ പിന്നെന്താണ്? അതുപോലെ തന്നെ അങ്ങനെയുള്ള അവധ് പിടിച്ചെടുക്കൽ. അവധ് എന്ന് പറഞ്ഞ സംഗതി, അവധിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓർത്തിരിക്കുന്ന ചോദ്യമാണ്. ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറുപ്പഴമെന്ന് അവധിനെ വിശേഷിപ്പിച്ചാണ്. അത് ഡൽഹൌസി പ്രഭുവാണ്. അത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കി. പിന്നെ എന്താ പറയുക, കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവർ വളരെ വലിയൊരു സൈന്യത്തെ ഇംഗ്ലണ്ടിൽ നിന്നും ഇങ്ങോട്ട് എത്തിച്ചു. അതുപോലെ തന്നെ പിന്നെന്താണ്, കലാപ സാധ്യതയില്ലാതാക്കുന്ന നിരവധി നിയമങ്ങൾ അവർ പാസ്സാക്കി. ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം അവർ വ്യാപിപ്പിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ നോക്കണം. ലക്നൌവിൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞ ചിത്രം വരച്ചത് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറഞ്ഞ ചിത്രം വരച്ചത് ആരാണ്? 1859 ഈ ചിത്രം വരച്ച ജോൺസ് ബാർക്കറാണ്. 1859 റിലീഫ് ഓഫ് ലക്നൗ അല്ലെ ലക്നൌവിൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞ ചിത്രം ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ്. അതുതന്നെ ജോസഫ് നോയൽ പേഡൻ വരച്ചൊരു ചിത്രമാണ്. എന്ത് ഇൻ മെമ്മോറിയം എന്ന് പറഞ്ഞ ചിത്രം. കലാപം എന്തുകൊണ്ട് പരാജയപ്പെട്ടു ചോദിച്ചാൽ ഇതിനൊരു സംഘടിത സ്വഭാവമില്ലായിരുന്നു. എല്ലായിടത്തും ഒരുപോലെ കലാപം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിന് സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ വിഭാഗക്കാരും സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃത്യമായിട്ടൊരു ആസൂത്രമില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നേതാവില്ലായിരുന്നു. അതിനൊക്കെ അതുകൊണ്ടാക്കിയാണ് ഇത് തകർക്കപ്പെട്ടത്. അതുപോലെ എന്തൊക്കെയായിരുന്നു അനന്തരഫലം? ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷിൻ്റെ അധീനതയിലായി. അതുപോലെ തന്നെ കലാപശേഷം സാമൂഹിക പരിഷ്കരണങ്ങളോട് മുഖം തിരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയുടെ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിനെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. വളരെ വലിയൊരു ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒട്ടനവധി ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, പഠിക്കുക. ആദ്യമായിട്ട് ആ ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു സ്റ്റഡി ചാപ്റ്ററുമായി കാണാം. നന്ദി. താങ്ക് യു.